ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ് കളയുന്ന ബ്രഷ് വെച്ചിട്ടുള്ള കുറച്ചധികം ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. എത്ര അലമാര ഉണ്ടെങ്കിലും നമുക്ക് ചില സമയത്ത് സ്ഥലം ഉണ്ടാകില്ല ഡ്രസ്സൊക്കെ അടുക്കി വെക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ ഒരു പഴയ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് അടുക്കി വെക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്സും ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഈ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾ പഴയ ബ്രഷ് ഇനി വലിച്ചെറിഞ്ഞ് കളയില്ല. അത്രയ്ക്കും നല്ല ഉപകാരമുള്ള ടിപ്സാണ് ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മെഴുകുതിരിയാണ് കത്തിച്ച് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസിലോ വിളക്കിലോ ഒക്കെ കാണിച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ബ്രഷിൻ്റെ അടിഭാഗം ഈ രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് താഴെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് അധികമായിട്ട് അത് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചുകൊണ്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊന്ന് വളഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വളച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇത്രേ വളച്ചെടുക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് വളച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കളുടെ വാട്ടർ ബോട്ടിലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഏത് ബ്രഷ് ആയാലും നമുക്ക് ഈ കോർണർ ഭാഗത്തൊന്നും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ കോർണറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. മുക്കും മൂലയും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പാണ് ഞാൻ കാണിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ഒരു ബോട്ടിൽ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോർണറിലൊന്നും ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ഈ രീതിയിലാണ് ഉണ്ടാവുക. എന്നാൽ നമ്മൾ ആ ബ്രഷ് വളച്ചെടുത്തതിന് ശേഷം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ കോർണറും നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ബ്രഷ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഈ രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ ബ്രഷിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഉരുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ച് നമുക്ക് ബോട്ടിൽസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമ്മളുടെ ഗ്യാസ് ബർണറുള്ള കുഞ്ഞു കുഞ്ഞു അഴുക്കുകളൊക്കെ ഈ ബർണറിൻ്റെ ഇടയിലുണ്ടാവും. അപ്പോൾ അതുമൂലം നമുക്ക് ഗ്യാസ് ഒരുപാട് ചിലവാകും. എല്ലായിടത്തും ഒരുപോലെ കത്തൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പൊടികളൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീനായി വരുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള കീബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടില്ല. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ബ്രഷ് ഒന്ന് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഇടഭാഗത്തൊക്കെ നന്നായിട്ട് എനിക്ക് ക്ലീൻ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. നന്നായിട്ട് അഴുക്കും പോകുന്നുണ്ട്. ബ്രഷിലൊക്കെ നന്നായിട്ട് അഴുക്കും പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കീബോർഡ് മാത്രമല്ല, നമ്മളുടെ വാതിലിൻ്റെ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടാവും. കട്ടിലിൻ്റെ ഗ്യാപ്പിൽ അവിടെയൊക്കെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ ഗ്രില്ലിൽ ഇതുപോലെ പൊടികളൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഗ്യാപ്പിൽ വരെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഫാൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും. കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ നന്നായിട്ട് അതിൽ പൊടി പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് പൊടിയൊക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ പൊടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൊടി പിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ രീതിയിലെല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലൊരു ബ്രഷ് മാത്രം ഉണ്ടായാൽ മതിയാവും. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഈ ബ്രഷ് ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രഷ് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത ഭാഗവും മറ്റേ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാ പൊടിയും പോയി നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നത് പോലുള്ള ചീർപ്പിലൊക്കെ എണ്ണ അതുപോലെ തന്നെ അഴുക്കൊക്കെ വന്നിട്ട് ചീർപ്പ് വല്ലാണ്ട് അങ്ങ് വൃത്തികേടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ കുറച്ച് ടാൽക്കം പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഗോതമ്പോ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് ചീർപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ
നമുക്ക് ആ പൗഡറിൽ നന്നായിട്ട് കോട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് ക്ലീനായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരേ ചീർപ്പാണെങ്കിൽ ഈ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് താരൻ അതുപോലെ പേൻ ശല്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇപ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഉരച്ച് കഴുകിയെടുക്കാവുന്നതാണ്. പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ എല്ലാം നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. വേണ്ടിയിട്ട് ഞാനൊരു പഴയ ബ്രഷ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് തീയിൽ കാണിച്ച് അതിൻ്റെ അടിഭാഗം ഇതുപോലൊന്ന് വളച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസറായിട്ട് നമുക്ക് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. തവികളൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട്, കിച്ചൺ ടവലൊക്കെ ഇതുപോലെ വെക്കാൻ വേണ്ടിയിട്ട്, പാനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ടൈലിൽ ഒട്ടിച്ച സമയത്ത് എനിക്ക് ഒട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചുവരിലാണ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആണിയൊന്നും അടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഗ്യാസ്കറ്റിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ കുറച്ച് പേസ്റ്റും ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ബ്രഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ കോർണർ ഭാഗത്തൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇത് നമ്മൾ പിന്നെ സ്ക്രബ്ബർ എന്തെങ്കിലും ഇട്ട് ഉരച്ചെടുക്കുകയാണെങ്കിലൊന്നും ഇത്രയ്ക്ക് നല്ല ക്ലീൻ ആയിട്ട് അതിൻ്റെ ആ ഗ്യാപ്പിലൊന്നും പോയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നമ്മൾ ഈ ഗ്യാസ്കറ്റിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ട് ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത് മൂലം നന്നായിട്ട് നമുക്ക് കറണ്ട് ബില്ലും കൂടും, കംപ്രസറിൻ്റെ ജോലിയും കൂടുന്നതാണ്. മാത്രമല്ല നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കൂളിംഗ് നന്നായിട്ട് ഉണ്ടാവില്ല. പെട്ടെന്ന് നമ്മളുടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ടിപ്പല്ലേ ഇത്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പഴയ ബ്രഷ് തന്നെയാണ്. ഇത് ഉപയോഗിച്ച് നല്ലൊരു ഓർഗനൈസർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ബ്രസിൽസൊക്കെ നന്നായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോളുള്ള ബ്രഷ് ആണെങ്കിൽ നമ്മൾ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ഹോളില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗത്തും മുകളിലും താഴെയായിട്ടൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഒരു ബ്രഷിന് മാത്രം താഴ്ഭാഗത്തായിട്ട് ഹോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മാത്രം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള, ബാക്കി എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 4 ബ്രഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കയറാണ് കേട്ടോ. എന്നൊരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 2 ഹോളിലൂടെയും ബ്രഷ് ഇട്ട് കൊടുത്തതിന് ശേഷം അത് താഴേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കെട്ട് ഇതുപോലെ തന്നെ ടൈറ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ ബ്രഷ് താഴോട്ട് നീങ്ങി വരില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ രീതിയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 4 ബ്രഷും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് ഗ്യാപ്പ് വിട്ട് കൊടുത്തതിന് ശേഷം മാത്രം നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള എല്ലാം ഈ രീതിയിലൊന്ന് കെട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു കയർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അധികം ഡ്രസ്സ് തന്നെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഓർഗനൈസർ ഐഡിയ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. യാതൊരു പൈസ ചിലവും ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ഓർഗനൈസർ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എടുക്കുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കയറ് തന്നെ എടുക്കുക. അപ്പോഴേ നമുക്ക് കുറേ അധികം ഡ്രസ്സ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളതിൻ്റെ ബ്രസിൽസൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുണ്ടെങ്കിൽ ആ കത്തി ഒന്ന് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള പോർഷനൊക്കെ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് എക്സസ് ആയിട്ടുള്ള കയറ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെയും ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തീയിൽ കാണിച്ചൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഓർഗനൈസർ തന്നെയാണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഓർഗനൈസ് ചെയ്താൽ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്.
കുറച്ച് വലിയ ബ്രഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൽ ഞാനൊരു 4-5 ഷാൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലായിടത്തും എത്ര ഷാൾ വേണമെങ്കിലും അതുപോലെ തന്നെ നൈറ്റി ആയാലും ജീൻസ് ആയാലും മക്കളുടെ ഉടുപ്പായാലും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. യാതൊരു പൈസ ചിലവുമില്ല. ഹോസ്റ്റലിൽ താമസിക്കുന്ന ആണായാലും പെണ്ണായാലും അതുപോലെ തന്നെ പുറത്തുള്ള ബാച്ചിലേഴ്സ് ആയാലും അലമാരിയൊക്കെ വാങ്ങിച്ച് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഒരു ഓർഗനൈസർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഡ്രസ്സൊക്കെ നല്ല നീറ്റായിട്ടും നല്ല സേഫായിട്ടും വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ അലമാരയുടെ ആ വാതിലിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നല്ലൊരു ഓർഗനൈസർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോവില്ലല്ലോ. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ഇന്നത്തെ എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും എല്ലാ ടിപ്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.